വരണ്ട ചർമ്മം പലരെയും അലട്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഈ ഒരു തണുപ്പ് കാലത്ത് മോയ്സ്ചറൈസർ ഇടയ്ക്കിടെ ഉപയോഗിക്കുകയാണ് പലപ്പോഴും വരണ്ട ചർമ്മത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വീകരിക്കുന്ന ഏക വഴി. തണുപ്പുള്ള സമയങ്ങളിലാണ് വരണ്ട ചർമ്മവുമായുള്ള പ്രശ്നം കൂടുതലായി ഉണ്ടാകാറുള്ളത്. വരണ്ട ചർമ്മം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ചർമ്മ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മുഖത്തിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ഭംഗിയും തിളക്കവും വർദ്ധിക്കാൻ പല വഴികളും തേടുന്നവരുണ്ട്. ഇതിന് പലരും കൃത്രിമ വഴികൾ പരീക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് പലപ്പോഴും ദോഷങ്ങൾ വരുത്തുന്നു. കാരണം ഇവയിലെ കെമിക്കലുകൾ തന്നെ തൽക്കാലം ഗുണമുണ്ടാകുമെന്നല്ലാതെ ഇത് മറ്റ് പാർശ്വഫലങ്ങളും അലർജിയുമെല്ലാം പലർക്കും ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ മറികടക്കാൻ ചെയ്യാവുന്ന വഴിയാണ് ഗ്ലിസറിൻ. വരണ്ട ചർമ്മമുള്ളവർക്ക്, അതായത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു ഗ്ലിസറിൻ. ഗ്ലിസറിൻ ചർമ്മത്തിന് ഈർപ്പം നിലനിർത്തുന്ന ഒന്നാണ്. ജലാംശം നഷ്ടപ്പെടുന്നതാണ് ചർമ്മത്തിന് പലപ്പോഴും കേടുപാടുകൾ ഉണ്ടാക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടെത്തിയാൽ തന്നെ ഒരു പരിധിവരെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാവുന്നതാണ്. ഇതിനെല്ലാം തന്നെ ഗ്ലിസറിൻ സഹായിക്കും. ഇതിന് ഗ്ലിസറിൻ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലിസറിനും പനിനീറും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം. പ്രത്യേകിച്ച് ഈ ഒരു ഗ്ലിസറിൻ്റെ കൺസിസ്റ്റൻസി നല്ല ഒരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും. അതായത് വെള്ളത്തെ അപേക്ഷിച്ച് ഗ്ലിസറിൻ നന്നായിട്ടൊരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ കൂടെ തുല്യ അളവിൽ എത്രയാണോ നമ്മൾ ഗ്ലിസറിൻ എടുക്കുന്നത് ആ ഒരു സെയിം അളവിൽ പനിനീർ, അതായത് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത് പിറ്റേന്ന് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. മുഖം കഴുകി ആവി പിടിച്ച ശേഷം ഈ ഒരു ഗ്ലിസറിനും പനിനീറും ചേർന്നുള്ള ഈ ഒരു മിശ്രിതം പുരട്ടുന്നത് നല്ലതാണ്. മഞ്ഞുകാലത്ത്, അതായത് തണുപ്പ് കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു ചർമ്മ സംരക്ഷണ രീതിയാണിത്. പനിനീറും ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ഇവ രണ്ടും ചേർത്ത് മുഖത്തിട്ടാൽ ഏറെ ഗുണമുണ്ടാകും. അതായത് പ്രത്യേകിച്ചും ഈ വരണ്ട ചർമ്മമുള്ളവർക്ക് ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് കൈകളിലും കാലിലും അതുപോലെ മുഖത്തുമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഗ്ലിസറിനും പനിനീറിനും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം പുരട്ടിയാൽ മതി. ഈ ഒരു ഗ്ലിസറിനും പനിനീറും ചേർന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം തുടർച്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം പുരട്ടിയാൽ തന്നെ നമുക്ക് ആശ്വാസം ലഭിക്കും. ഈ വരണ്ട ചർമ്മമുള്ളവരുടെ സ്കിന്ന് ഇതുപോലെയായിരിക്കും കാണപ്പെടുന്നത്, പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ. ഇതിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ ഈ ഗ്ലിസറിനും പനിനീറും ചേർന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം സഹായിക്കും. അതുപോലെ തന്നെ ഗ്ലിസറിനിലേക്ക് അല്പം റോസ് വാട്ടറും 4-5 തുള്ളി നാരങ്ങാനീരും ചേർക്കുക. വെയിൽ കൊള്ളുന്നവരും ഡ്രൈ സ്കിൻ ഉള്ളവരും നാരങ്ങാനീരിന് പകരം 1 ടീസ്പൂൺ തേൻ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യുക. ഇത് മുഖത്തും ശരീരഭാഗങ്ങളിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ചർമ്മം നല്ല തിളക്കമുള്ളതാകുവാനും അതുപോലെ എക്സ്ഫോളിയേറ്ററായി പ്രവർത്തിക്കുവാനും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ഈ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് ഫേസ് പാക്കും തയ്യാറാക്കാവുന്നതാണ്. ഓട്സ് പൊടിച്ചതിൽ ഗ്ലിസറിനും തൈരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് മുഖത്തൊക്കെ പുരട്ടാവുന്നതാണ്. ഇതുപോലെ കറ്റാർവാഴ ഗ്ലിസറിൻ കോമ്പിനേഷനും നല്ലതാണ്. ഗ്ലിസറിനൊപ്പം കറ്റാർവാഴ ചേർത്ത് ഉപയോഗിക്കുന്നത് പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കും. ഇനിയിപ്പോൾ ഗ്ലിസറിൻ്റെ കൂടെ ചേർക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ, അതായത് റോസ് വാട്ടറും അതുപോലെ ഈ നാരങ്ങാനീരും ഇങ്ങനെയുള്ള കറ്റാർവാഴ ജെല്ലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തണുത്ത പച്ചവെള്ളം ഈ ഒരു ഗ്ലിസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് പുരട്ടിയാലും മതി. ഏറ്റവും നല്ലത് ഗ്ലിസറിൻ്റെ കൂടെ പനിനീർ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു മാറ്റം തുടർച്ചയായിട്ട് ഒരു 7 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ തണുപ്പ് കാലത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു ഗ്ലിസറിനും പനിനീറും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം. നിങ്ങൾ ഈ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വരണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ ഈ ഗ്ലിസറിനും പനിനീറും ചേർന്നിട്ടുള്ള ഈ ഒരു ലായനി, അതായത് ഈ ഒരു മിശ്രിതം നിങ്ങളുടെ മുഖത്തും ശരീരഭാഗങ്ങളിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട്
പിറ്റേന്ന് രാവിലെ സാധാരണ രാത്രി കിടക്കുമ്പോൾ മുഖത്തൊക്കെ പുരട്ടി രാവിലെ ആവുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അല്ലെങ്കിൽ മുഖത്ത് പുരട്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ മുഖം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഈ ഒരു മിശ്രിതം നിങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.